MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വെണ്ടക്ക കിച്ചടിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായി കഴിക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണിത്. ഇതിനായി ഞാൻ 200 ഗ്രാം വെണ്ടക്ക എടുത്തിട്ടുണ്ട്. വെണ്ടക്ക നന്നായി കഴുകി തുടച്ചെടുത്തതാണ്. അധികം മൂക്കാത്ത വെണ്ടക്ക നോക്കി എടുക്കണം. ഇനി 1/4 കപ്പ് തേങ്ങ ചിരവിയത്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക്, ആവശ്യത്തിനുള്ള ഉപ്പും വെളിച്ചെണ്ണയും, പിന്നെ 1 കപ്പ് തൈരും. ഇത് കട്ടയൊന്നുമില്ലാതെ ഉടച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഈ വെണ്ടക്ക അരിഞ്ഞെടുക്കാം. ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി വേണം എടുക്കാൻ. നമുക്കിത് ഈ പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതിനു വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച കടുകിൽ നിന്നും 1/4 ടീസ്പൂൺ അരക്കാനായിട്ട് ചേർക്കാം. പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈരിൽ നിന്നും 3-4 ടേബിൾ സ്പൂൺ തൈരൊഴിച്ച് അരച്ചെടുക്കണം. ഇത് നന്നായിട്ട് അരയണം. ഇനി നമുക്ക് വെണ്ടക്ക ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ വെണ്ടക്ക ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെണ്ടക്ക നല്ല ക്രിസ്പി ആവുന്നത് വരെ ഫ്രൈ ചെയ്യണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് സമയമെടുക്കും വെണ്ടക്ക ഫ്രൈ ആയി വരാൻ. ഇപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഈ അരപ്പ് മിക്സിയിൽ നിന്നും ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച തൈരിന്റെ ബാക്കി കൂടി ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കുറച്ച് കുറവുണ്ട്. ഒരല്പം കൂടി ചേർക്കാം. ഇനി വെണ്ടക്ക ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ കിച്ചടി ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ചൊഴിച്ചാൽ മാത്രം മതി. വെണ്ടക്ക ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ പാനിൽ വെച്ചിട്ട് ബാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട്.
ഇതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാം. നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ രുചികരമായ വെണ്ടക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട്. വെണ്ടക്ക കിച്ചടി ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ അരപ്പും തൈരും ആദ്യം മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് വെണ്ടക്ക ചേർത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ക്രിസ്പിനെസ് നഷ്ടപ്പെടില്ല. അപ്പോൾ എല്ലാവരും ഈ ഈസി കിച്ചടി ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.